തൃശൂരിലെ ക്യാപിറ്റൽ വില്ലേജിലെ വ്യാജ വോട്ടിൽ കൂടുതൽ തെളിവുകൾ മീഡിയ വൺ പുറത്തുവിടുകയാണ്. പൂങ്കുന്നത്ത് ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കാതെ വോട്ട് ചേർത്ത മറ്റൊരാൾ തിരുവനന്തപുരം സ്വദേശിയാണ് എന്നതിന്റെ തെളിവ് മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പുന്നേക്കാമുകൾ സ്വദേശി സന്തോഷ് കുമാറാണ് തൃശൂർ പൂങ്കുന്നത്ത് വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർത്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സന്തോഷ് കുമാർ. LDF UDF മുന്നണികളെ ഞെട്ടിച്ചാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയം കൊയ്തത്. പൂരം കലക്കിയുള്ള വിജയമെന്നായിരുന്നു ഇരു മുന്നണികളുടെയും ആരോപണം. എന്നാൽ വോട്ടർ പട്ടികയിലെ കള്ളക്കളികളുടെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ വൺ പുറത്തുവിട്ടത്. തലസ്ഥാനത്തെ വോട്ടർമാർക്ക് തൃശൂരിലെ ക്യാപിറ്റൽ വില്ലേജിൽ എന്താണ് കാര്യം? വിടാതെ തിരിയുകയാണ് മീഡിയ വൺ. തൃശൂർ ക്യാപിറ്റൽ വില്ലേജിലെ വോട്ടറായ അജയ്കുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ തിരുവനന്തപുരത്തെ അജയ്കുമാറാണെന്ന വിവരമാണ് ഇന്നലെ മീഡിയ വൺ പുറത്തുവിട്ടത്. ക്യാപിറ്റൽ വില്ലേജിലെ വോട്ടർ പട്ടികയിലെ മറ്റൊരു തലസ്ഥാന വോട്ടറെ കൂടി ഞങ്ങൾ കണ്ടെത്തി. അതാണ് ഈ വോട്ടർ. തിരുവനന്തപുരം പുന്നേക്കാമുകൾ സ്വദേശിയാണ് ഈ കണ്ട സന്തോഷ് കുമാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിലും സന്തോഷ് കുമാറിന് വോട്ട് പാങ്ങോട് LP സ്കൂളിൽ. തൃശൂരിലെയും തിരുവനന്തപുരത്തെയും വോട്ടർ ID രണ്ടും സന്തോഷ് കുമാർ എന്ന് തെളിയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം സന്തോഷ് കുമാർ എങ്ങനെ തൃശൂരിലെ വോട്ടറായി എന്നതാണ് ചോദ്യം. സംഘപരിവാർ ബന്ധമുള്ള സന്തോഷ് കുമാർ സുരേഷ് ഗോപിയുടെ അടുപ്പക്കാരൻ കൂടിയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് തൃശൂരിൽ മാത്രം. തൃശൂരിലെ ജയം അട്ടിമറിയോ? പുറത്തുവരുന്ന ഓരോ രേഖകളും ദുരൂഹത കൂട്ടുകയാണ്. രാജീവ് രാജേന്ദ്രനൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ വൺ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. പൂങ്കുന്നത്ത് ക്യാപിറ്റൽ വില്ലേജിൽ താമസിക്കാതെ അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഒരാൾ കൂടി തിരുവനന്തപുരം സ്വദേശിയാണെന്ന് വ്യക്തമാവുകയാണ്. സന്തോഷ് കുമാർ, ഇയാൾക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമായുള്ള ബന്ധം എങ്ങനെയാണ്? ദിവ്യ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട അജയ്കുമാർ, അത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിരുന്നെങ്കിൽ ഇദ്ദേഹവും സുരേഷ് ഗോപിക്കൊപ്പം ഡ്രൈവറായി ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ള വിവരങ്ങളാണ് പുന്നേക്കാമുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അടുത്ത ബന്ധമാണ് സുരേഷ് ഗോപിയുമായി സന്തോഷ് കുമാറിന് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ആ നാട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ BJP RSS അനുഭാവികളാണ് കൂടുതലായും ഉള്ളത്. അതിൽ ഒരാളാണ് സന്തോഷ് കുമാർ എന്ന് പറയുന്നത്. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നതിന് ഇടയിൽ ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവറായി കൂടി ജോലി നോക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊരു വോട്ട്, അതായത് ഒരു ഉടമസ്ഥ അറിയാതെ ഇങ്ങനെയൊരു വോട്ട് ചേർക്കുകയും അതിൽ കൂടുതൽ ആളുകൾ തിരുവനന്തപുരം സ്വദേശികളാവുകയും സുരേഷ് ഗോപി താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ അടുത്ത ആളുകൾ ആയി മാറുകയും ഒക്കെ ചെയ്യുന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ആരെയൊക്കെ എത്തിച്ചിട്ടുണ്ടാകാം എന്നുള്ള വലിയ സംശയം, ദുരൂഹത തന്നെയാണ് നിലനിൽക്കുന്നത്. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നിലവിൽ ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്ത പ്രകാരം അതിൽ കൃത്യമായി അയൽവാസി തന്നെ വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിരുന്നു ഈ അജയ്കുമാർ എന്ന്. അതിന് സമാനമായ രീതിയിൽ മറ്റാളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പരസ്യമായി ഇക്കാര്യം പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ് ഈ പുന്നക്കാമുകൾ സ്വദേശിയായ സന്തോഷ് കുമാർ എന്നുള്ളതാണ്. ഇയാൾക്ക് പാങ്ങോട് LP സ്കൂളിലാണ് വോട്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇയാളുടെ വോട്ടർ പട്ടിക ആ പാങ്ങോട് LP സ്കൂളിലെ വോട്ടറായിട്ടാണ് ആ വോട്ടർ പട്ടികയിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കരട് വോട്ടർ പട്ടിക നിലവിൽ ഇറക്കിയിട്ടുണ്ട്. ആ വോട്ടർ പട്ടികയിലും ഇദ്ദേഹത്തിന്റെ പേര് ഈ പറയുന്ന സന്തോഷ് കുമാർ എന്ന വ്യക്തി അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യാനായി വഴിവിട്ട ഇടപെടൽ നടത്തി അവിടെയുള്ള വോട്ടർ പട്ടികയിലും പേര് ചേർക്കുകയായിരുന്നു. അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ നമ്മൾ കണ്ടെത്തിയ 9 വ്യാജ വോട്ടർമാർ, അതായത് ഒരു വീട്ടിലെ പ്രസന്ന എന്ന് പറയുന്ന ആ വീട്ടുടമയുടെ ആ വീട്ടിൽ അവർ പോലും അറിയാതെ വോട്ട് ചേർത്ത 9 പേരുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ തിരുവനന്തപുരം സ്വദേശിയാണ്. സ്വാഭാവികമായും ഇന്നലെ കണ്ടെത്തിയ ആളും സുരേഷ് ഗോപിയോട് വളരെ അടുപ്പം പുലർത്തുന്ന വീട്ടിലെ സഹായിയും ഒപ്പം തന്നെ കാലങ്ങളായി ഡ്രൈവറായിരുന്ന ആളുമാണ്, പ്രവർത്തിക്കുന്ന ആളുമാണ് അജയ്കുമാർ. അതിനൊപ്പമാണ് തിരുവനന്തപുരം സ്വദേശിയായ ഈ സന്തോഷ് കുമാറിന്റെ
പേര് കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് നമ്മൾ നടത്തുകയും ചെയ്തത്. സ്വാഭാവികമായും സുരേഷ് ഗോപിയുമായി വലിയ അടുപ്പമുള്ള ആളുകൾ എന്തിന് തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം വോട്ട് ഈ തൃശ്ശൂരിലേക്ക് മാറ്റി എന്നുള്ളത് എന്തിനായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത നൽകുന്നതാണ്. കാരണം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ നേരത്തെ സാജിദ് നൽകിയ വാർത്ത പ്രകാരം തനിക്ക് ആ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റി. എന്തൊരു വിചിത്രമായ ന്യായങ്ങളാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു സ്ഥലത്ത് ഒരു വോട്ടറായിട്ടുള്ള ആൾ ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യാനായി അദ്ദേഹത്തിന്റെ വോട്ടർ ലിസ്റ്റ് പൂർണ്ണമായും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് നിയമപരമായ ഒരുപക്ഷെ സ്ഥിരതാമസക്കാരനായ ഒരാൾക്ക് പല സ്ഥലങ്ങളിലും വോട്ട് മാറ്റാനുള്ള അധികാരമുണ്ട്. പക്ഷേ അത് മറ്റൊരു സ്ഥലത്തെ വോട്ട് പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് 2 വോട്ടുകളിൽ, അതായത് 2 തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള വോട്ടർ പട്ടികയിൽ ഈ കൃത്യമായി ഇയാളുടെ പേര് ഈ പാങ്ങോട് LP സ്കൂളിലാണ്, പുന്നക്കാമുകളിലെ വീട്ട് അഡ്രസ് വെച്ചാണ് അദ്ദേഹം ഈ വോട്ട് ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായി തൃശ്ശൂരിലേക്ക് എങ്ങനെ ഈ വോട്ട് മാറ്റപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വലിയ ദുരൂഹതയായി നിലനിൽക്കുന്നത്. അതിലാണ് ക്രമക്കേട് തീർച്ചയായും ഉണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഈ തൃശ്ശൂരിൽ പൂങ്കുന്നത്ത് കണ്ടെത്തിയ ഈ ഫ്ളാറ്റിലെ 9 വോട്ടുകളിൽ സ്വാഭാവികമായും ഒരു വീട്ടിൽ മാത്രം 9 വോട്ടുകൾ ആ ഉടമ അറിയാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം BJP അനുഭാവികളായിട്ടുള്ള ആളുകൾ, സുരേഷ് ഗോപിയുമായി അടുപ്പമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ പുറത്തുവിടുന്ന സുരേഷ് ഗോപിയുടെ അടുപ്പക്കാരായ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു, ക്രമക്കേടിൽ നേതൃത്വം നൽകി വ്യാജ വോട്ടറായി അവിടെ കയറിപ്പറ്റി എന്ന കാര്യം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ദിവ്യ, അതാണ് BJP അനുഭാവികളായ ഒരുപാട് പേരാണ് ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ പല രീതിയിൽ പല വഴിവിട്ട ഇടപെടലുകൾ നടത്തി അവിടെ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്, അവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉത്തരം പറയേണ്ടത്, മറുപടി പറയേണ്ടത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ BJP നേതൃത്വവും തന്നെയാണ്.